മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ദേ നോ ഹൗ ടു മാനേജ് ദ ടൈം. ഈ ടൈമിനുള്ളിൽ ഇത്ര പോർഷൻ തീർക്കണം, ഇത്ര നോട്ട്സ് കൊടുക്കണം, ഹൗ ടു മാനേജ് ദ ടൈം ദേ നോ, ബട്ട് ഹൗ ടു മാനേജ് ദ സ്ട്രെസ് വിച്ച് ഇസ് വെരി. ഹായ് ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ എല്ലാവരും കുറേ നാൾക്ക് ശേഷം കാണുന്നത്. ഐ ഹോപ്പ് ഓൾ ആർ ഡൂയിങ് ഗുഡ്. സോ വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, എസ്പെഷ്യലി ഫോർ ദ ടീച്ചേഴ്സ്. കാരണം ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു ഡേ എന്ന് പറയുന്നത് അവർ വളരെ ആക്റ്റീവായിരിക്കണം, അവർക്ക് ക്ലാസ് എടുക്കണം, പേപ്പർ കറക്ഷൻ ഉണ്ടാവും, ബുക്ക് കറക്ഷൻ ഉണ്ടാവും, പിള്ളേരായിട്ട് തന്നെയാണ് നമ്മൾ മൊത്തം ഡേ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് എനർജി വേണം ഫോർ ദ ഹോൾ ഡേ. അപ്പോൾ ഐ എം സ്പീക്കിംഗ് ദിസ് ഫ്രം മൈ എക്സ്പീരിയൻസ് ദാറ്റ് നമുക്ക് ഒരു ദിവസം ഒരു ടീച്ചറിന് വേണ്ട എനർജി അല്ലെങ്കിൽ മൊത്തം ഡേ ആക്റ്റീവായിട്ടിരിക്കാൻ വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്കത് കിട്ടാറില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ ആലോചിച്ചു എന്തുകൊണ്ടാണ്, എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. അങ്ങനെ ഞാൻ കുറേ കാലം ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഐ അണ്ടർസ്റ്റുഡ് വാട്ട് ആർ ദ തിങ്സ് നീഡഡ് ടു റെക്ടിഫൈ ദാറ്റ്. അങ്ങനെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കിയ 5 കാര്യങ്ങളാണ് ഒരു ടീച്ചറിന് വേണ്ട 5 കാര്യങ്ങൾ ടു ബി ആക്റ്റീവ് ഫോർ ദ ഡേ. ഓക്കെ, അതിൽ ഫസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ എന്തൊരു പോയിന്റ് പറയുമ്പോൾ പറയാം എന്തിനാണത്, എന്തുകൊണ്ടാണ്. ഓക്കെ, സോ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ മിക്ക ടീച്ചേഴ്സിനും ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടിയെന്ന് വരില്ല, ബട്ട് സ്റ്റിൽ അപ്പോൾ അവർ വല്ല ബിസ്ക്കറ്റോ സ്നിക്കേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അതെന്നൊക്കെ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ്. നമുക്ക് കഴിക്കുമ്പോൾ യു ഫീൽ ദാറ്റ് നമുക്കൊരു എനർജി കിട്ടിയെന്ന് തോന്നും, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് താഴ്ന്നു പോകും, ഭയങ്കര ടയർഡ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് അതിൽ നല്ല പ്രോട്ടീൻ ഉണ്ടാവണം, പിന്നെ നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം. ലൈക്ക് മോർണിംഗ് നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോ, എഗ് അല്ലെങ്കിൽ ഓട്സ്, ഇനി അതും അല്ലെങ്കിൽ ദോശ, ഇഡ്ഡലി, നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന കാര്യങ്ങൾ കഴിക്കാം. പക്ഷെ എപ്പോഴും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൽ അത്യാവശ്യം പ്രോട്ടീനും കാർബും ഉണ്ടാവാൻ നോക്കുക, കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കാൻ നോക്കുക. സോ ദാറ്റ് നമുക്ക് ആ നമ്മുടെ മോർണിംഗ് ടിൽ ലഞ്ച് ബ്രേക്ക് നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കൊരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവില്ല. നമ്മൾ ആദ്യത്തെ പീരീഡ് കഴിയുമ്പോഴേക്കും നമുക്കൊരു ക്ഷീണം ഫീൽ ചെയ്യും, ആ ഒരു മെൻ്റൽ ഫോക്കസ് കിട്ടുന്നുണ്ടാവില്ല നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് അല്ലെങ്കിൽ. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഈസിയാണ് ചെയ്യാൻ. ദാറ്റ് ഈസ് ഹൈഡ്രേഷൻ. വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ഡൂ ദാറ്റ്. അവരുടെ കയ്യിൽ ഒരു ബോട്ടിൽ ഉണ്ടാവും. സ്റ്റിൽ വെള്ളം എക്സ്ട്രീമായിട്ട് ദാഹിക്കുമ്പോൾ അല്ല കുടിക്കേണ്ടത്. നമുക്ക് ആ ദാഹം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ വെള്ളം കുടിക്കാൻ നോക്കുക. ഓക്കെ, ഇനി ചില ദിവസങ്ങൾ നമുക്ക് ഒരുപാട് പീരീഡുകൾ ഉണ്ടാവും. സോ മച്ച് ഓഫ് പീരീഡ്സ് വി വിൽ ബി ഹാവിങ് ഓൺ എ പെർട്ടിക്കുലർ ഡേ. അപ്പോൾ അങ്ങനെയുള്ള ദിവസം നമുക്ക് ഒരുപാട് എനർജി വരും. നമ്മൾ സംസാരിച്ചും കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തും എക്സ്പ്ലെയിൻ ചെയ്തും ഷൗട്ട് ചെയ്തും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് എനർജി വേണ്ടി. അപ്പോൾ അങ്ങനത്തെ ദിവസം ട്രൈ ടു ആഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ലെമൺ ജ്യൂസ് ആൻഡ് സോൾട്ട് ടു ദ വാട്ടർ, സോ ദാറ്റ് നമുക്ക് ആ ഒരു ഇലക്ട്രോലൈറ്റ്സ് കിട്ടും. നമുക്ക് ആ ഹോൾ ഡേ ഡീഹൈഡ്രേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് ഡീഹൈഡ്രേഷൻ പ്രോബ്ലം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു തലവേദന വരും. വെള്ളം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ തലവേദന, ക്ഷീണം, ഭയങ്കര ദാഹം, കുറേ പ്രശ്നങ്ങളുണ്ട്. സോ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ഓക്കെ, സോ ആദ്യം പറഞ്ഞ പോലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല പവർഫുൾ ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കുക. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, അത് ഞാൻ കുറേ കാലമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പേരാണ് മൈക്രോ ബ്രേക്സ് എന്ന് പറയും. ചെറിയ ബ്രേക്കുകൾ എടുക്കുക. ലൈക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നോ 2-3 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഓരോ ക്ലാസ് ലൈക്ക് 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 60 മിനിറ്റ്സ് ആയിരിക്കും ക്ലാസ്. അപ്പോൾ ഈ ഓരോ പീരീഡ് കഴിയുമ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കുക. ലൈക്ക് 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്കിൽ നമ്മുടെ കൈയോ കാലോ ഒക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. യു ഹാവ് ടു സ്ട്രെച്ച്. ഒന്ന് മൊത്തത്തിലൊന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് നടക്കുക, സ്റ്റാഫ് റൂം വരെ നടക്കുക, അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിൽ നമുക്കൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഒന്ന് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക. ഫീൽ റിലാക്സ്. ഇനിയിപ്പോൾ എന്താ ഇത് ചെയ്തില്ലെങ്കിൽ അത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ആ ഫോക്കസ് പോകും. നമ്മൾ കണ്ടിന്യൂസ് ആയി ക്ലാസ് എടുക്കുക, നമുക്ക് ആ ഒരു ഭയങ്കര ഫിസിക്കൽ ടെൻഷൻ ഉണ്ടാവും. നോട്ട് നമ്മുടെ അല്ലാത്ത ടെൻഷൻ അല്ല, അല്ലാണ്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന
ഒരു ഫിസിക്കൽ ടെൻഷൻ ഉണ്ടാകും. സോ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഒന്ന് ക്ലാസ്സിൽ നിന്ന് സ്റ്റാഫ് റൂം വരെ നടക്കുക, അല്ലെങ്കിൽ ഒന്ന് ട്രൈ ടു സ്ട്രെച്ച് ചെയ്യുക. ഒരു 2-3 മിനിറ്റ് എടുക്കേണ്ട ഒരു ബ്രേക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വലിയ മാറ്റം ഉണ്ടാകും. ഓക്കെ, ഇനി 4ാമത്തെ കാര്യം ആക്ച്വലി വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമാണ്. ലൈക്ക് നമുക്ക് എല്ലാവർക്കും ലഞ്ച് ബ്രേക്ക് ആവാൻ ഇങ്ങനെ ഭയങ്കര ആഗ്രഹമായിരിക്കും. ലൈക്ക് ഒരു 4ാമത്തെ പീരീഡ് കഴിഞ്ഞാൽ 12-1 മണിക്കൊക്കെ ഒരു ലഞ്ച് ബ്രേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യും. കാരണം മോർണിംഗ് ഫുൾ നമ്മുടെ പീരീഡ് എടുത്ത് അല്ലെങ്കിൽ കുട്ടികളുടെ സൗണ്ട് കേട്ട് മൊത്തത്തിലൊന്ന് സ്ട്രെസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ലഞ്ചാണ് അടുത്ത ഏറ്റവും സമാധാനം കിട്ടുന്ന കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ലഞ്ച് ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കാൻ നോക്കും. മോസ്റ്റ്ലി എല്ലാവരും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചോറാണ്, കറിയാണെങ്കിലും നല്ല ഹെവി ആയിട്ട് കഴിക്കും. ഇപ്പോൾ അടുത്തുള്ള ടീച്ചേഴ്സിൻ്റെ നിന്നാണ് കഴിക്കും. ഇനി ചില ടീച്ചേഴ്സ് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ലഞ്ച് എപ്പോഴും കുറച്ച് ലൈറ്റ് ആക്കുക. ഒരുപാട് ഹെവി ആക്കി കഴിഞ്ഞാൽ ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള നമ്മുടെ എല്ലാ പീരീഡും നമ്മൾ ഭയങ്കര സ്ലക്കിഷ് ആയിരിക്കും. നമ്മളിങ്ങനെ ഒരു ഉറക്കം വന്ന് അല്ലെങ്കിൽ ഒരു ഹെവി, ഇപ്പോൾ ലൈക്ക് ലഞ്ച് ബ്രേക്കിൽ നല്ല ചിക്കൻ ബിരിയാണി കഴിച്ചു, ഉറപ്പായിട്ട് നമ്മുടെ 6-7ാമത്തെ പീരീഡൊക്കെ നമുക്ക് ഭയങ്കര ഒരു സ്ലക്കിഷ്, നമ്മൾ ഭയങ്കര സ്ലോ ആയിരിക്കും, നമ്മുടെ മൂവ്മെൻറ്റ് സ്ലോ ആയിരിക്കും, നമ്മൾ എവിടേക്കോ ആയിരിക്കും, ആ ഒരു ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഹെവി ആയിട്ടുള്ള കാർബ് തരുന്ന ഫുഡുകൾ അല്ലെങ്കിൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള ലഞ്ച് കഴിക്കാതിരിക്കുക. കഴിക്കുന്നത് ലൈറ്റായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള, ലൈക്ക് നല്ല ചിക്കൻ കഴിക്കാം, ഫിഷ് കഴിക്കാം. അത് ആവശ്യത്തിന്, ഒരുപാട് ഹെവി ആക്കാൻ ഒരിക്കലും നിൽക്കരുത്. നമുക്ക് സാലഡ്സ് കഴിക്കാം. നമുക്കൊരു പാത്രത്തിൽ നമ്മൾ എന്ത് മീലിന് കഴിഞ്ഞാലും, ഏത് മീൽ കഴിച്ചു കഴിഞ്ഞാലും ആ മീലിന് ശേഷം ഒരു ബൗളിൽ കുറച്ച് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ്, എസ്പെഷ്യലി വെജിറ്റബിൾസ്, ഐ പ്രിഫർ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്ന് ഞാൻ പറയുന്നില്ല, വെജിറ്റബിൾസ് എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കുക്കുംബർ, ക്യാരറ്റോ അല്ലെങ്കിൽ കുറച്ച് ഓണിയൻ സ്ലൈസസ് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഡൈജഷൻ പ്രോസസ്സും എളുപ്പമായിരിക്കും. യു ഫീൽ ലിറ്റിൽ ബിറ്റ് ലൈറ്റ്. അങ്ങനെ ലൈറ്റ് ആണെങ്കിൽ ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള ക്ലാസ്സുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാം, ആ ക്ഷീണം ഉണ്ടാവില്ല. ക്ലിയർ. ഇനി 5ാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്, എസ്പെഷ്യലി ഈ ഒരു കാലഘട്ടത്തിൽ. ഓക്കെ, ദാറ്റ് ഈസ് മാനേജ് യുവർ സ്ട്രെസ് rather than the time. എല്ലാ ടീച്ചേഴ്സിനും, മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ദേ നോ ഹൗ ടു മാനേജ് ദ ടൈം. ഈ ടൈമിനുള്ളിൽ ഇത്ര പോർഷൻ തീർക്കണം, ഇത്ര നോട്ട്സ് കൊടുക്കണം, ഹൗ ടു മാനേജ് ദ ടൈം ദേ നോ. ബട്ട് ഹൗ ടു മാനേജ് ദ സ്ട്രെസ് വിച്ച് ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മളെങ്ങനെ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യുന്നു? കാരണം മെൻ്റൽ സ്ട്രെസ് ഡ്രെയിൻസ് മോർ എനർജി ദാൻ ഫിസിക്കൽ സ്ട്രെസ്. ലൈക്ക് നമ്മൾ ഫിസിക്കലി, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നു, ഞാൻ കുറേ ക്ലാസ്സുകൾ എടുക്കുന്നു, ഞാൻ ഒരു ക്ലാസ് വേറെ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യുന്നു. സോ എൻ്റെ ഫിസിക്കലായിട്ടുള്ള എനിക്ക് എനർജി ലോസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ മെൻ്റലി നമ്മൾ ലൈക്ക് കുട്ടികളുടെ സൗണ്ട്, പോർഷൻ തീർത്തു എന്നുള്ള കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, ഇങ്ങനെ പല തോട്ട്സ് നമുക്ക്, വി ആർ ഹ്യൂമൻ ബീങ്സ്, വി വിൽ ബി ഹാവിങ് ദാറ്റ്. സോ ആ കാര്യങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യാം, നമ്മൾ മാനേജ് അവർ സ്ട്രെസ് വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പീരീഡ് കഴിഞ്ഞ് സ്റ്റാഫ് റൂമിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പോകുന്ന ഒരു സ്ഥലത്ത് ഒന്നും ഇരുന്നിട്ട്, ലൈക്ക് വി ഹാവ് ടു ഡു സം ബ്രീത്തിങ് എക്സസൈസ്. ലൈക്ക് ബ്രീത്തിങ് ഞാൻ പ്രാണായാമം മൊത്തം നിങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത്. ലൈക്ക് 2 times. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു ഇൻഹെയിൽ ഫോർ 4 seconds. ഇൻഹെയിൽ ഫോർ 4 seconds. നന്നായിട്ട് ശ്വാസം 4 സെക്കൻഡ് ടൈം എടുത്ത് ചെയ്യാം. ആൻഡ് ഹോൾഡ് ദാറ്റ് ഫോർ 7 seconds. 7 സെക്കൻഡ് ആ ബ്രീത്ത് ഹോൾഡ് ചെയ്യുക. ആൻഡ് എക്സെയിൽ, ആ ശ്വാസം പുറത്തേക്ക് വിടുക 8 സെക്കൻഡ് യൂസ് ചെയ്തിട്ട്. ലൈക്ക് മൈൻഡിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, 8 സെക്കൻഡ് ടൈം എടുത്ത് അത് എക്സെയിൽ ചെയ്യുക. സോ ലൈക്ക് 2 times യു ബിക്കം ലിറ്റിൽ കാം. ആ നമ്മുടെ ബ്രീത്ത് മാത്രം ഫോക്കസ് ചെയ്യുക, വേറെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. കാരണം അപ്പോൾ നമുക്ക് ഓരോ പീരീഡ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2 പീരീഡ് കഴിയുമ്പോൾ യു ക്യാൻ ഡു ദിസ്, ബിക്കോസ് ഇറ്റ് ജസ്റ്റ് ടേക്സ് 2 minutes. 2 മിനിറ്റ് എടുക്കുള്ളൂ. ആൻഡ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ട് ചേഞ്ച് ഉണ്ടാവും. കാരണം നമ്മുടെ മെൻ്റൽ സ്ട്രെസ് അങ്ങോട്ട് പോകണം. ബിക്കോസ് we are just focusing in our breath, which is very important. Most of the people neglect that. എല്ലാവരും ബ്രീത്തിങ് എന്ന് പറയുമ്പോഴേക്കും എന്തോ വലിയ സംഭവം, ബ്രീത്തിങ് എക്സസൈസ്, അത് യോഗക്കാർ ചെയ്യുന്നതാണ്. നോ, എവ്രി ഹ്യൂമൻ ബീങ് ഷുഡ് ഡു. നമുക്ക് നമ്മുടെ മെൻ്റൽ സ്ട്രെസ്, ഒരുപാട് എനർജി നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത് കളയും. ലൈക്ക് ഇറ്റ്സ് മോർ ദാൻ ഫിസിക്കൽ ആക്ടിവിറ്റി ഓർ ഫിസിക്കൽ സ്ട്രെസ്. സോ ട്രൈ ടേക്കിംഗ് സ്മോൾ ബ്രേക്ക്, ലൈക്ക് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുക. ലൈക്ക് അഗെയിൻ ഐ വിൽ ടെൽ ദാറ്റ്
4 seconds. We call that as 4-7-8 breathing exercise, right? 4 seconds യൂസ് ചെയ്ത് ഇൻഹേൽ ചെയ്യുക, 7 seconds അത് ഹോൾഡ് ചെയ്യുക, ആൻഡ് 8 seconds ടൈം എടുത്ത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് മെല്ലെ സ്ലോ ആയിട്ട് അത് എക്സേൽ ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങളിത് കുറേ ദിവസം ചെയ്തു വരുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ആൻഡ് യു വിൽ സീ ദ ഡിഫറൻസ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഭയങ്കര ചേഞ്ചസ് ഉണ്ടാക്കാൻ പോകുന്നില്ല. ബട്ട് യു വിൽ ഫൈൻഡ് ദ ചേഞ്ച്. ബട്ട് ഒരു certain amount of days കഴിയുമ്പോൾ, ഒരു 1 week കഴിയുമ്പോൾ യു വിൽ ഫീൽ ദ ഡിഫറൻസ് ഫോർ ഷുവർ. ക്ലിയർ? സോ 5 കാര്യങ്ങളാണ്. 1, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. 2, ഹൈഡ്രേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 3, മൈക്രോ ബ്രേക്കുകൾ എടുക്കുക, സ്ട്രെച്ച് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാം. 4th, eat light lunch which has high protein like chicken, rice, veggies, all those things add ചെയ്യുക. ഒരുപാട് ഹെവി ആക്കരുത് ലഞ്ച് അപ്പോൾ. 5th എന്ന് പറയുന്നത് മാനേജ് യുവർ സ്ട്രെസ് മോർ ദാൻ ദ ടൈം. ഓക്കെ, ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും വിചാരിക്കുന്നത്, എസ്പെഷ്യലി ഫോർ ദ ടീച്ചേഴ്സ്. ആൻഡ് ഒരു ബോണസ് ടിപ്പ് പറയാം, എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ദാറ്റ് ഈസ് സ്ലീപ്പ്. ഉറക്കം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സൂപ്പർ പവറാണ്. ലൈക്ക് 7 to 9 hours എന്നൊക്കെ പറയും. ബട്ട് ഐ നോ എല്ലാവർക്കും വീട്ടിലെ കാര്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, പേഴ്സണൽ കാര്യങ്ങൾ എല്ലാം ചെയ്തു വരുമ്പോൾ മേ ബി യു വോണ്ട് ബി ഗെറ്റിംഗ് ദാറ്റ് മച്ച് ടൈം. ബട്ട് സ്റ്റിൽ ട്രൈ ടു ഗെറ്റ് 7 to 8 hours ഓഫ് ഡീപ്പ് സ്ലീപ്പ്. നന്നായിട്ട് ഉറങ്ങുക. ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വിച്ച് വിൽ മേക്ക് യു again more energetic on the next day. So I hope ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കുന്നു. So all teachers, teach well, do well, all the very best.